ഭാരതീയ അഭിഭാഷക പരിഷത്തിന്റെ ഹോസ്ദുർഗ് യൂണിറ്റ് സമ്മേളനം ഹോസ്ദുർഗ് അനക്സ് ഹാളിൽ സംഘടിപ്പിച്ചു. പരിപാടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ അഭിഭാഷക പരിഷത്തിന്റെ ഹോസ്ദുർഗ് യൂണിറ്റ് സമ്മേളനം ഹോസ്ദുർഗ് അനക്സ് ഹാളിൽ സംഘടിപ്പിച്ചു. പരിപാടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തെളിവ് നിയമങ്ങള് അങ്ങനെ എല്ലാ പുതിയ നിയമങ്ങൾ അനുദിനം വന്നുകൊണ്ടിരിക്കുകയാണ്. കാലത്തിനനുസൃതമായ മാറ്റം ജനങ്ങളിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് മേലെ നിലകൊള്ളുന്നു എന്ന് വേണം പറയാം. ഭാരതം തന്നെ കഴിഞ്ഞ 10-11 വർഷത്തെ ഭരണത്തിൻ്റെ ഒരു വ്യതിചലനമായിട്ട് നിയമരംഗത്ത് സമൂഹത്തിലെ നാനാ തുറകളിൽ വലിയ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിയമരംഗത്തും പരിവർത്തനം നടക്കുന്നു എന്നുള്ളതാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമങ്ങളിൽ അപരിഷ്കൃതമായിട്ട് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട പല നിയമങ്ങളെയും ഘട്ടം ഘട്ടമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് സെൻട്രൽ ഗവൺമെൻറ് നടക്കുകയും അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളും അതിന് വേണ്ടുന്ന തത്വസംഹിതകളും സപ്ലൈ ചെയ്യാനും കൊടുക്കാൻ വേണ്ടി ഭാരതീയ അഭിഭാഷക പരിഷത്തിൻ്റെ ദേശീയ തലത്തിലുള്ള നേതൃത്വവും സംസ്ഥാന തലത്തിലുള്ള നേതൃത്വവും എന്നും അതിന് ക്ഷണിക്കപ്പെടുന്ന ആളുകളാണ്. യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ കെ.ജി, സെക്രട്ടറി അഡ്വക്കേറ്റ് നവീൻ രാജ് എന്നിവർ സംസാരിച്ചു. പുതിയ യൂണിറ്റ് ഭാരവാഹികളായി അഡ്വക്കേറ്റ് എ മണികണ്ഠനെ പ്രസിഡന്റായും അഡ്വക്കേറ്റ് കെ ഉണ്ണികൃഷ്ണനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. അഡ്വക്കേറ്റ് പി എം പ്രകാശ്, അഡ്വക്കേറ്റ് സി രാധാകൃഷ്ണൻ എന്നിവർ വൈസ് പ്രസിഡന്റും അഡ്വക്കേറ്റ് എം നാരായണൻ ജോയിന്റ് സെക്രട്ടറിയും അഡ്വക്കേറ്റ് നവീൻ ശങ്കർ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. 11 അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.